സമ്മതമാണോ ഇല്ലെങ്കിൽ സമ്മതമാണോ? ഒപ്പികേനാ? ഇവിടെ നമുക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും അഭിപ്രായം ചോദിക്കാം. അവൾക്ക് സമ്മതമാണോ, അവന് സമ്മതമാണോ, നിനക്ക് സമ്മതമാണോ, അവളിಗೆ ഒപ്പികേന, അവനിಗೆ ഒപ്പികേന, നിനಗೆ ഒപ്പികേന. സമ്മതമാണോ അത് നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. ഒപ്പികെ ഇതയാ അല്ലെങ്കിൽ ഒപ്പികെ ഉണ്ടാ. ഒപ്പികെ എന്ന് പറഞ്ഞാൽ സമ്മതം എന്നർത്ഥം. അതുപോലെ ഇതയാ അല്ലെങ്കിൽ ഉണ്ട എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്നാണ് അർത്ഥം. ഇവിടെ അവനോ അവളോ അവരോ സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ വെർബിൽ ഇവിടെ മാറ്റം വരുന്നില്ല. കാരണം ഇവിടെ ശരിക്കുള്ള സബ്ജക്റ്റ് ഒപ്പികെ ആണ്, അതായത് സമ്മതം. ഞാൻ സമ്മതിക്കില്ല, നാനും ഒപ്പുವುದಿಲ್ಲ. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ടോ? ನೀವು ತಪ್ಪು ಮಾಡಿದ್ದೀರಿ ಅಂತ ಒಪ್ಕೊಳ್ತೀರಾ? ഒപ്പിക്കൊള്ളുത്തീറ അതാണ് ചുരുക്കി ഒപ്കൊൾത്തീറ എന്ന് പറയുന്നത്. അത് പിന്നെയും ചുരുക്കി ഒപ്കൊത്തീറ എന്ന് ചോദിക്കാം. അവർ സമ്മതിക്കോ? ಅವರು ಒಪ್ಪುತ್ತಾರ. ഒപ്പുത്താറ എന്ന വാക്ക് ചുരുക്കി ഒപ്താറ എന്ന് പറയാം. സബ്ജക്റ്റ് നിങ്ങൾ എന്നാണെങ്കിൽ നീവു ഒപ്തീറ എന്ന് പറയാം. ഇവിടെ അവസാനം പറഞ്ഞ സെൻറ്റൻസിലൊക്കെ വെർബിന് മാറ്റം വരുന്നത് കാണാം. കാരണം അവിടെ സബ്ജക്റ്റ് വരുന്നത് ആൾക്കാരാണ്. ഇനി വേറെ കുറച്ച് സെൻറ്റൻസ് നോക്കാം. ഈ വാക്കിൻ്റെ മീനിങ് മാറുന്നത് കൂടി ശ്രദ്ധിച്ചോളൂ. അവർ സമ്മതിച്ചു, ಅವರು ಒಪ್ಪಿದರು. ഒപ്പിതറു എന്ന വാക്ക് ചുരുക്കി പറയുമ്പോൾ ഒപ്പിദ്രു. സബ്ജക്റ്റ് അവളെന്നാണെങ്കിലോ അവളു ഒപ്പിതളു, അവളു ഒപ്പിദ്ലു എന്ന് ചുരുക്കി പറയാം. അതുപോലെ അവൻ സമ്മതിച്ചു, അവനു ഒപ്പിത. ഒപ്പിതനു എന്ന വാക്ക് ചുരുക്കി ഒപ്പിത എന്ന് പറയാം. അവരെ സമ്മതിപ്പിക്കണം, ಅವರನ್ನು ಒಪ್ಪಿಸಬೇಕು. ಅವರನ್ನು അവരെ ഒപ്പിസಬೇಕು സമ്മതിപ്പിക്കണം. അത് ചുരുക്കി ഒപ്പിസ്ബേക്കു എന്ന് പറയാം. ഇവിടെ ഏത് സബ്ജക്റ്റ് വന്നാലും ഒരുപോലെ തന്നെയാണ് വരുന്നത്, ഒപ്പിസ്ബേക്കു. അവർ സമ്മതിച്ചില്ല, ಅವರು ഒപ്പലില്ല. ഇവിടെയും എല്ലാ സബ്ജക്റ്റിനും ഈ ഒരു വെർബ് തന്നെയാണ് വരുന്നത്, ഒപ്പലില്ല. അവൾ ഒപ്പലില്ല, അവൾ സമ്മതിച്ചില്ല, അവനും ഒപ്പലില്ല. അതായത് അറിയാം, ഒരു നെഗറ്റീവ് വേർഡ്സിനൊക്കെ ഒരുപോലെ തന്നെയാണ് എല്ലാ സബ്ജക്റ്റിനും വരുന്നത്. അവർ സമ്മതിച്ചില്ലെങ്കിൽ അവർ ഒപ്പതിദ്രെ, ഒപ്പതെ ഇദ്ദറെ. അതാണ് ചുരുക്കി ഒപ്പതിദ്രെ എന്ന് പറയുന്നത്. അവർ സമ്മതിച്ചില്ലെങ്കിൽ, അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവളു ഒപ്പതിദ്രെ, അവൻ സമ്മതിച്ചില്ലെങ്കിൽ അവനു ഒപ്പതിദ്രെ. അവർ സമ്മതിക്കുമായിരിക്കും, അവർ ഒപ്പಬಹುದು, അവർ ഒപ്പಬಹುದು. ഇവിടെയും എല്ലാ സബ്ജക്റ്റിനും ഇത് തന്നെയാണ് വരുന്നത്. നീ സമ്മതിക്കരുത്, നീനു ഒപ്പബാർദു, നീനു ഒപ്പബാർദു. സമ്മതിക്കണ്ട എന്നാണെങ്കിൽ ഒപ്പബേട, നീനു ഒപ്പബേട എന്ന് പറയാം. ബഹുമാനത്തോടെ പറയുകയാണെങ്കിൽ നീവു ഒപ്പബേടി എന്ന് പറയാം. നീവു ഒപ്പബേടി. തീർച്ചയായും സമ്മതിക്കും, കണ്ടിത്ത ഒപ്പുത്താറേ. ഇവിടെ ഈ ഒരു വാചകത്തിന് പകരം വേറൊരു സെൻറ്റൻസ് നോക്കിക്കോളൂ. ഒപ്പിയെ ഒപ്പുത്താറേ. ഈ വാക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ. ഒപ്പിയെ ഒപ്പുത്താറേ, അതായത് തീർച്ചയായും സമ്മതിക്കും എന്നാണ് അർത്ഥം. അതായത് രണ്ട് വാക്ക് ഒരുപോലെ വരുന്നത് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവರ ಮನೆಯಲ್ಲಿ ഒപ്പല്ല എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ സമ്മതിക്കില്ല. അവറ അവരുടെ, മനയല്ലി വീട്ടിൽ, ഒപ്പല്ല സമ്മതിക്കില്ല. ഒപ്പുವುದಿಲ್ಲ എന്നാണെങ്കിൽ സമ്മതിക്കുകയില്ല. അവരെ സമ്മതിപ്പിക്കണം, ಅವರನ್ನು ಒಪ್ಪಿಸಬೇಕು, ಅವರನ್ನು ಒಪ್ಪಿಸಬೇಕು. ഇവിടെ ഒപ്പിസബേക്കു എന്ന വാക്കിൻ്റെ അർത്ഥം മാറുന്ന ശ്രദ്ധിച്ചോളൂ. അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ. CBIയെ ഏൽപ്പിക്കണം, CBIಗೆ ഒപ്പിസബേക്കു. അപ്പോൾ ഇവിടെ ഒപ്പിസബേക്കു എന്ന വാക്കിൻ്റെ അർത്ഥം ഏൽപ്പിക്കുക എന്നാണ്.
നമ്മൾ എന്തിനു സമ്മതിക്കണം? ನಾವು ಯಾಕೆ ಒಪ್ಪಬೇಕು? ನಾವು ಯಾಕೆ ಒಪ್ಪಬೇಕು? എനിക്ക് ಈ ಕಲ್ಯಾಣത്തിന് സമ്മതമല്ല. ನನಗೆ ഈ മದುವೆಗೆ ഒപ്പിಗೆ ഇല്ല. സമ്മതിക്കുകയാണെങ്കിൽ സമ്മതിക്ക്, ഇല്ലെങ്കിൽ വിട്ടുകള. സമ്മതിക്കുകയാണെങ്കിൽ സമ്മതിക്കൂ, ഇല്ലെങ്കിൽ വിട്ടുകളയൂ. ಒಪ್ಪುವುದಾದರೆ ಒಪ್ಪಿ, ಇല്ലെങ്കിൽ ಒಪ್ಕೊಳ್ಳಿ. ಇಲ್ಲವಾದರೆ ಬಿಟ್ಟು ಬಿಡಿ. നീ സമ്മതിക്ക്, നീനു ഒപ്കോ. എഴുതുമ്പോൾ ഒപ്പുക്കോ എന്നെഴുതാം, സംസാരിക്കുമ്പോൾ ഒപ്കോ, അല്ലെങ്കിൽ നീനു ഒപ്പു. നിങ്ങൾ സമ്മതിക്കൂ, ನೀವು ಒಪ್ಪಿಕೊಳ್ಳಿ. സംസാരിക്കുമ്പോൾ ನೀವು ಒಪ್ಕೊಳ್ಳಿ, അല്ലെങ്കിൽ ನೀವು ಒಪ್ಪಿ.